ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം. നമ്മളെ ഹീറോയിൻ ഇങ്ങനെ സ്റ്റോപ്പായിരുന്നു. ഇങ്ങനെ ഹീറോയിൻ്റെ ഫാൻസി അലക്കി പോയി. എനിക്ക് കുറച്ച് ലേറ്റായി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു പോയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഹീറോയിൻ അയ്യോ ഇവൻ്റെ അടുത്താണ് അലക്കി പോയത്. വി പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ഹീറോയിനെ വീട്ടിൽ വന്ന് ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ഹീറോയ്ക്ക് വീക്ക് ഒരുമാതിരിയായിരുന്നു ഹീറോയിനെ കണ്ടിട്ട്. അതിനായിട്ട് ഹീറോയ്ക്ക് മാരീഡ് ഡേ വന്നായിരുന്നു, മാരേജ് ഡേറ്റ്സ്. അങ്ങനെ ഹീറോയിൻ മാരേജ് കഴിക്കാൻ വന്ന ചെക്കൻ പറഞ്ഞാൽ അങ്ങനെ ഒരു മാതിരി ഹീറോയിനെ നോക്കി ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് അതും അറിയില്ലായിരുന്നു. അങ്ങനെ ചെക്കൻ ഇപ്പോൾ പരിപാടി ഇരുന്ന് വന്ന് ഹീറോയി അങ്ങനെ വേണ്ടത്തിൽ വന്നായിരുന്നു. എന്നിട്ട് മാരേജ് കഴിക്കാൻ പോകുന്ന പെണ്ണും അങ്ങനെ മാരേജ് കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വിളിച്ചോ ഹീറോയിൻ മാരേജ് ചെക്കനെ വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മമ്മി പറയായിരുന്നു പെണ്ണിൻ്റെ റൂമിൽ പോയി. ഡാഡി ചെക്കൻ്റെ റൂമിൽ പോയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഹീറോയുടെ ഡാഡി ഡാഡി റൂമിൽ പോയായിരുന്നു. ഹീറോയിന് മമ്മിയും മമ്മി റൂമിൽ പോയിട്ട് നോക്കും. പെണ്ണ് കാണുന്നില്ല, ചെക്കനും കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഓടി വന്നായിരുന്നു. ഫസ്റ്റ് അച്ഛൻ വന്ന് അയ്യോ ഡാഡി പറഞ്ഞു ചെക്കന് കാണുന്നില്ല. ഇതായിട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താ ചെക്കന് കാണുന്നില്ല. അതേമാതിരി മമ്മി വന്നത് പറയായിരുന്നു പെണ്ണിനും കാണുന്നില്ല. ഇപ്പം എന്താ ചെയ്യുന്നത്? ഭയങ്കര ഇതായിരുന്നു. പറഞ്ഞ മണ്ടും പറഞ്ഞു ആ ഗുരുജി പറയുന്നു മന്ത്രം. ഒരു മുറയ്ക്കായിരുന്നു ഈ മാരേജ് നടക്കും. അതെങ്ങനെയുള്ള മാരേജ് ആയിരിക്കും നടക്കും എന്ന് മുറച്ചിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ആ മാരേജിൻ്റെ ചടങ്ങ് നടക്കുമായിരുന്നു. പറയായിരുന്നു ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. എന്തിനാ ഇങ്ങനെ പറഞ്ഞു? അതൊന്നുമില്ല. അങ്ങനെ മാരേജ് താലി നടക്കുമായിരുന്നു. ഹീറോയിനെ നോക്കി ഒരുമാതിരി ചെയ്തായിരുന്നു. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മാരേജ് താലി കെട്ടാൻ പോകുമ്പോൾ ഇങ്ങനെ ചടങ്ങ് നടങ്ങായിരുന്നു. അത് ഇതെല്ലാം വെച്ച് മാരേജ് നടന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് മണ്ഡപത്തിൻ്റെ ഇങ്ങനെ എല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ വീട്ടിൽ ഹീറോയ്ക്ക് പാളും അതെല്ലാം കൊടുത്തായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഓടി വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ റൂമിൽ പാല് കഴിക്കായിരുന്നു. ഇതെല്ലാം കൊടുത്തയക്കായിരുന്നു റൂമിക്ക്. ഹീറോയ്ക്ക് എന്തിനാണ് റൂമിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഒരു പിങ്ക് സാരി എടുപ്പിച്ച് റൂമിക്ക് അയച്ചു. കുറച്ച് റിവിൾ സാരിയാണ്. അങ്ങനെ റൂമിക്ക് അയച്ചായിരുന്നു. എപ്പോൾ ഇവ വരുമെന്ന് കാത്തുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ മാരേജിക്ക് വന്ന് രണ്ട് ചെക്കന്മാർ ഓടി വന്നായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ഓടി വന്നായിരുന്നു. കൂടെ ഓടി വന്ന് വീട്ടിൽ നോക്കുമ്പോൾ എന്തിനാപ്പാ ഓടി വന്നത്? അങ്കിൾ ആൻറ്റി എന്താ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. എന്ത് പറ്റി അങ്കിൾ ആൻറ്റി എന്ന് പറയായിരുന്നു. ഇല്ല പിന്നെ അവരെല്ലാം വന്നായിരുന്നു. എന്താ പ്രശ്നം? ഹീറോയിൻ റൂമിൽ പോയാൽ പിന്നെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയായിരുന്നു. നിങ്ങളെന്താ അങ്ങനെ ഹീറോയിൻ്റെ മമ്മി പിന്നെ ചെക്കൻ പറഞ്ഞ അവർ അതന്നെ ഫ്രണ്ടാണ്. അവർ കാണുന്നത് ഭയങ്കര കരിയായിരുന്നു. ഇപ്പോൾ വന്ന് പറയാം ഡാഡി എന്ന് പറയാം. എന്താടാ അർജുൻ നീ എവിടെ ഉണ്ടായിരുന്നു? അച്ഛാ എന്നെ ആരെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്തായിരുന്നു. നടന്ന കാര്യം പറഞ്ഞാണ്. ആ പെണ്ണും അതേമാതിരി പറഞ്ഞു. പെണ്ണും വേറെ പ്രശ്നം നടന്ന കാര്യം പറഞ്ഞു. അവർ കംസ് ഇപ്പം മാരേജ് ആയിട്ടായി. ഇപ്പം എന്ത് ചെയ്യല്ല ഗേൾ ഫ്രണ്ടൊക്കെ ടെൻഷനായോ? എന്താ പറഞ്ഞ മാരേജ് ആയാ? അവൻ എന്നെ തന്നെ മാരേജ് ആയിക്കണം. അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. റൂമിക്ക് വരാൻ നോക്കിയായിരുന്നു. പിന്നെ ഹീറോ റൂമിക്ക് വന്നു വീണെ നോക്കുമായിരുന്നു. എന്താ വീനൊക്കെ പറയാൻ തുടങ്ങി. എന്തിനാ എന്നെ മാരേജ് ആയിട്ടെന്ന് ഹീറോയിൻ മറിട്ട് വീക്ക് പറയായിരുന്നു. നിനക്ക് വേറെ പണിയില്ല എനിക്ക് എങ്ങനെ സെറ്റാവും പറഞ്ഞു. ശരി ഓക്കെ നീ കിടന്നുറങ്ങിക്കോ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് ഹീറോയിൻ പറഞ്ഞു. ഇവിടുന്ന് പോകാൻ നോക്കിയായിരുന്നു. പാലോട്ട് രാവിലെ വേണം കുടിച്ചോ എന്ന് പറഞ്ഞ് ഹീറോയിൻ കണ്ട കഥ എന്നെ ബെഡ് ഷീറ്റ് താഴെ കിടക്കാൻ പോകായിരുന്നു. അങ്ങനെ താഴെ കിടക്കാൻ പോകുമ്പോൾ പിടിച്ചു. എന്താ പറഞ്ഞായിരുന്നു? ഹീറോയിൻ പറഞ്ഞു ജോസൊന്നും വെച്ചില്ലായിരുന്നു. പിടിച്ചു. എന്താ ചെയ്യുന്നത്? അങ്ങനെ ഹീറോയിനെ പിടിച്ച് ബെഡിൽ തള്ളി. എന്താ ചെയ്യും? അത് വീട്ടിൽ തള്ളി പറഞ്ഞ ഡ്രസ്സ് അതെ കുറച്ച് ഷർട്ടാണ് ഡ്രസ്സ് അത് ഫുൾ റിവീൽ ചെയ്ത് എറിഞ്ഞ് അങ്ങനെ ഷോക്കായി. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. എന്താ ചെയ്യുന്നതാ? അങ്ങനെ ഹീറോയിനെ കിസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. സ്റ്റോപ്പ് എന്ന് പറയായിരുന്നു. ഹീറോയിൻ ഇവിടെ തന്നെ പറയായിരുന്നു. അങ്ങനെ പാറായിരുന്നു. അങ്ങനെ ഗേൾ ഫ്രണ്ട് വന്നായിരുന്നു. കേൾക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് അവരെല്ലാം പോയെന്ന് മെല്ലെ വന്ന് കേൾക്കായിരുന്നു റൂമിൽ. ഇവിടെ തന്നെ എന്ന് പറയുന്നു. പറഞ്ഞു കിസ് ചെയ്യുന്നത് ഒന്നും കേൾക്കുന്നില്ല പെണ്ണുക്ക്. എന്നും കേൾക്കുന്നില്ല പറഞ്ഞാൽ ആ പെണ്ണ് അവിടെ നിന്ന് പോയായിരുന്നു. പറഞ്ഞ ഹീറോയിൻ ടോർച്ചർ ചെയ്യുന്നത് ഇവിടെ തന്നെ എന്ന് പറയായിരുന്നു. ഹീറോയിൻ പിടിച്ച് ടേസ്റ്റ് ആയിരുന്നു. ആയിട്ട് ഭയങ്കര ഹീറോയിൻ മേലെ ക്ലോസ് എല്ലാം നടന്നായിരുന്നു. ഹീറോയിൻ നല്ല ഉറങ്ങായിരുന്നു. നല്ല ഉറങ്ങിയ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് ഹീറോയിനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ വീണിച്ച് പോയി. ഹീറോയിൻ
നോക്കി പോയി കുളിക്കാൻ പോയായിരുന്നു വി കുളിച്ചിട്ട് വന്നു. വിക്കൊരു അങ്ങനെ വി മാടിൽ സ്റ്റെപ്പിനോട് വൈകിരുന്നിട്ട് കാത്തുകൊള്ളായിരുന്നു. വിക്ക് കോൾ വന്നു. എടുത്തു. ഹലോ ബോസ്, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ശരി, ഓക്കെ. എന്ന് ഹീറോയിൻ നോക്കി ചെയ്തതാണ്. ഇപ്പോൾ കണ്ണുചുമ്മിന് നമുക്ക് ഫ്ലാഷ് ബാക്ക് നോക്കാം. അതെ, വിക്കും മാരേജ് ഹീറോയിന് ഭയങ്കര പിടിക്കും. അതുമാത്രമല്ല ഹീറോയിൻ പറഞ്ഞ വിക്കും ഹീറോയിനും ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഹീറോയിൻ അവനൊരു കൊച്ചുകുട്ടി മാത്രം നോക്കാണ്. അതുമാത്രമല്ല ഹീറോയിക്ക് ട്രൈ ചെയ്തതാണ് മാത്രമല്ല ഹീറോയിൻ മേലെ ലവ് ഉണ്ട് വിക്ക്. അതുമാത്രമല്ല ഹീറോ ബോയ്സ് എല്ലാം ഹീറോയിനെ ക്ലോസ് ട്രൈ ചെയ്തതാണ്. മാത്രം വണ്ണവർ പോയി പറഞ്ഞതാണ് കിസ് ചെയ്തില്ല. അങ്ങനെ ഹീറോയിനത് കിസ് ചെയ്തില്ല, പയ്യമ്പ അറിഞ്ഞതാണ്. പിന്നെ ഹീറോ ഇവിടുന്ന് പോയ പിന്നെ എല്ലാ കാര്യവും അറിഞ്ഞായിരുന്നു. അവൾ മിസ്സായി. ഞങ്ങൾ റൂമർ ഇട്ടായിരുന്നു, ഇപ്പോൾ റിയൽ അവയില്ല, അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ വീക്ക് അറിയായിരുന്നു. ഒരു ചെക്കൻ പറഞ്ഞായിരുന്നു ഓൾറെഡി വി പോയപ്പോൾ ഇവിടെ കിസ് അടിച്ചല്ലേ ഇന്ന് എന്ന് പറഞ്ഞേ. ഞാനായിട്ട് പറഞ്ഞാണ് വി ചോദിച്ചല്ലോ ഇവിടെ ഇല്ലല്ലോ എന്ന് പിടിച്ചൊരു ചെക്കനെ പിടിച്ച് മരട്ടായിരുന്നു. സർ എന്താ പറഞ്ഞ അവളില്ല പോയിന്, അവൾക്ക് ഇന്ന് 2 ദിവസമായി അവ വരാതെ. ഞാനവിടെ കളവ് പറഞ്ഞത് വി മിരട്ടിയായിരുന്നു. അതിലൊരാൾ പറഞ്ഞു ചുമ്മാ നിന്നിടാ പറയുന്നത്. വീക്കൊന്നും അറിയില്ല, അവർക്കറിയില്ല വിയും ഹീറോയ്ക്കും അറിയുമെന്ന്, അവരുടെ ഫാമിലിയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ചക്ക സോറി സാർ, ഞങ്ങൾ ചുമ്മാ വെറുതെ പറഞ്ഞതെന്ന്. വിക്ക് ടെൻഷനായിരുന്നു. വി റിച്ചാണ്, ഹീറോ റിച്ചാന്ന് ആർക്കും കാട്ടില്ല. അങ്ങനെയായിട്ട് വീക്കെല്ലാം ടെൻഷനായിരുന്നു. ഇതെല്ലാം ചുമ്മാ ആണോ? അപ്പോൾ അവൾ ആരെ ഡേറ്റ് ഇല്ല, അപ്പോൾ ഒരു കിസ് ചെയ്തിട്ട് അപ്പോൾ ആരെ കൂടെ അവൾ ഇതില്ലായിരുന്നു. വീക്ക് തലയിൽ ഇടി വീണായി. ഇപ്പോൾ എനിക്ക് വേണം എന്ന് വി വന്ന് നോക്കുമ്പോൾ എവിടെ ഉണ്ട് വീണ്ടോട് പറഞ്ഞില്ല. അങ്ങനെയായിട്ട് മാരേജ് ചെയ്യുന്ന പോകുന്നതെന്ന് അർജുനും കൂടെ മാരേജ്. എന്തുകൊണ്ട് വീക്കും മാരേജ് ചെയ്യുന്നു, അവൾക്ക് മാരേജ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒക്കെ മാരേജ് ചെയ്യാനാണ് വീണ്ടും ഗേൾഫ്രണ്ട് പറഞ്ഞാണ് വീക്ക് മാരേജ് ഇൻട്രോസില്ല. ഹീറോയിൻ എങ്ങനെ മാരേജ് ആക്കണം വി പ്ലാൻ ചെയ്തായിരുന്നു. അതെ, അവൾ അവിടുന്ന് കുളിക്കാൻ അവളിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ കിഡ്നാപ്പ് ചെയ്തു. അർജുൻ പറഞ്ഞ കാർ ഡ്രൈവിങ് ചെയ്തിട്ട് ഇങ്ങനെ ഹോട്ടലിൽ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് വെളിയിൽ വരുമ്പോൾ കിഡ്നാപ്പ് ചെയ്തു. അങ്ങനെയായിട്ട് അവർ രണ്ടുപേരെ വേറെ വേറെ പ്ലേസിലാക്കിയായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേർ ഒരാൾ ഗേൾ